ചൂട് പറ്റിയിട്ടാ. അതുകൊണ്ടോ ഇങ്ങനെ കലാലയങ്ങൾ മുഴുവനും കാമാലയങ്ങളായ അതപ്പുതയ്ക്കുമ്പോ ഒരു പറ്റം ചെറുപ്പക്കാരോ അതേ നെഞ്ചൂക്കുണ്ടോ നേരിന്റെ പക്ഷത്ത് നിൽക്കാനെന്നോ ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ടോ സത്യത്തിന്റെ ഭാഗത്ത് അടിയുറച്ചു നിൽക്കാൻ ഇറങ്ങി പുറപ്പെടുകയാ. ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ സത്യത്തിന്റെ മേൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗമുണ്ടാകുമല്ലോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പഠിപ്പിച്ചതാണല്ലോ. അതാണ് ഇന്ന് എസ്എസ്എഫ് എന്ന് പറയുന്ന ഖമറുൽ ഉലമയുടെ സുൽത്താനുൽ ഉലമയുടെ റഈസുൽ ഉലമയുടെ മക്കളായി നടക്കുമ്പോ ചോദിക്കുകയാണ് ഓരോ ചെറുപ്പക്കാരനോ നെഞ്ചൂക്കുണ്ടോ നേരിന്റെ പക്ഷത്ത് നിൽക്കാൻ. ആര് നേരിന് എതിരെ നിന്നാലും ആര് ധാർമ്മികതയുടെ എതിർപക്ഷത്ത് നിന്നാലും എസ്എസ്എഫുകാരന് പറയാനുള്ളതോ നെഞ്ചൂക്കോടെ നെഞ്ച് വിരിച്ച് പറയുന്നു, ഞാൻ എല്ലാത്തിനും എതിരെ നിൽക്കുകയാ. അധാർമികതയുടെ പക്ഷത്ത് എസ്എസ്എഫുകാരൻ നിൽക്കാൻ കഴിയുന്നില്ല. അതേ അനാചാരങ്ങൾ ഉണ്ടാകുന്നിടത്ത് എസ്എസ്എഫുകാരനില്ല. കൊലപാതകങ്ങൾക്ക് എസ്എസ്എഫുകാരനില്ല. നാട്ടിലുള്ള കച്ചറകൾക്ക് എസ്എസ്എഫുകാരനില്ല. അതുപോലെ ഓരോ പ്രവർത്തനങ്ങൾക്കും എസ്എസ്എഫുകാരനല്ല നേതൃത്വം കൊടുക്കുന്നതോ. എസ്എസ്എഫുകാരിവിടെ ദീന് പറയാനുള്ള പുറപ്പാടില്ല. അതിന്റെ പ്രചരണങ്ങളിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നതോ. അതിന് ഊണും മുറക്കവും മൊഴിഞ്ഞ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ധാരാളം മഹത്തുക്കളായ ആലിമീങ്ങളില്ലയോ, ധാരാളം മഹത്തുക്കളായ പണ്ഡിതന്മാരില്ലയോ, അവരുടെ കൈകളിലൂടെ കൈമാറി വന്ന ത്രിവർണ പതാകയില്ലയോ. ഇക്കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ മഹാനായ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അതുപോലെ മഹാനായ യൂസുഫുൽ ബുഖാരി വൈലത്തൂർ തങ്ങളോ അല്ലാഹു ദറജ ഉയർത്തിക്കൊടുക്കട്ടെ, ആ തങ്ങളുടെയും ഉസ്താദിന്റെയും കരങ്ങളിൽ നിന്ന് നമ്മുടെ നേതാക്കന്മാര് ആ കൊടിയങ്ങ് ഏറ്റുവാങ്ങുകയാ. അത് ധാർമ്മികതയുടെ പക്ഷം നിൽക്കുന്ന കൊടിയാണ് കേട്ടോ. അത് നേരിന്റെ പക്ഷത്ത് നിൽക്കാനുള്ള കൊടിയാണ് കേട്ടോ. എസ്എസ്എഫിൽ പ്രവർത്തിച്ചാൽ എന്താ നേട്ടമുള്ളതോ? ചില ആളുകൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ പഞ്ചായത്തിന്റെ മെമ്പറാവാലോ, പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവാലോ, അല്ലെങ്കിൽ മന്ത്രിയാവാലോ, നേതാവാലോ. എസ്എസ്എഫിൽ പ്രവർത്തിച്ച് നിങ്ങളെ മക്കൾക്ക് എന്താ കാര്യം കിട്ടാനുള്ളതോ? എന്നാൽ എന്റെ സഹോദരന്മാരോട് രക്ഷിതാക്കളോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാ. 2 ആഴ്ച മുമ്പല്ലേ കോഴിക്കോട് ജില്ലയിലോ കൊടുവള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഷമീർ മുസ്ലിയാർ എന്ന് പറയുന്ന മർക്കസിലെ മുത്തവ്വൽ വിദ്യാർത്ഥിയായ എസ്എസ്എഫിന്റെ പ്രവർത്തകനങ്ങ് വിട പറഞ്ഞതോ. സുബ്ഹാനല്ലാഹ്, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാ. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ വിനീതനും ഷമീർ എന്ന് പറയുന്ന പ്രവർത്തകന്റെ വീട്ടിൽ ചെല്ലുന്നു. ആ ഷമീറിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഷമീറിന്റെ വീട്ടുകാരെ എനിക്ക് പരിചയമില്ല, ആരുമായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ ഷമീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനങ്ങ് മരണപ്പെട്ട് 3-ാമത്തെ ദിവസവും ഒരു അസറിന്റെ സമയത്ത് ആ ഷമീറിന്റെ വീട്ടിലേക്ക് ഞങ്ങളങ്ങ് ചെല്ലുന്നു. ഞങ്ങൾ ചെന്നപ്പോഴേക്ക് അവിടെ കുറെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ട്. അവരെ ഞങ്ങളെ വേഗം വീട്ടിലേക്ക് കയറ്റിയിരുത്തിട്ട് പറഞ്ഞു, ഉസ്താദെ പേരോട് ഉസ്താദ് വരുന്നുണ്ട്, പേരോട് ഉസ്താദ് വരുന്നുണ്ട്. അതെ ഉസ്താദ് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞതാണ്. അങ്ങനെ പേരോട് ഉസ്താദ് ഷമീറിന്റെ വീട്ടിലേക്ക് വരുന്നു. അവിടുന്ന് ദുആ ചെയ്യുന്നു. ഷമീറിന്റെ മാതാപിതാക്കൾക്ക് ആശ്വാസത്തിന്റെ വചനമോതുകയോ. എല്ലാം കഴിഞ്ഞ് ഷമീറിന്റെ വീട്ടിൽ നിന്ന് ചെറിയ രൂപത്തിലൊരു ചായയും കുടിച്ച് പിരിഞ്ഞു പോരാൻ നോക്കുമ്പോ ആ ഷമീറിന്റെ പിതാവ് ആത്മാർത്ഥമായിട്ട് പറയുകയാ, ഓ ഉസ്താദ്,
എന്റെ മോന് ഇത്രയും വലിയ ആളായിരുന്നെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ മോൻ മരിച്ചപ്പോ ഖമറുല്ലുലമ എന്റെ വീട്ടില് വന്നു, അതുപോലെ പേരോട് ഉസ്താദ് വന്നു, അതുപോലെ ആയിരക്കണക്കിന് സാലിഹീങ്ങൾ വന്നു, മുതല്ലിമീങ്ങൾ എന്റെ വീട്ടിൽ വന്നു. ഇങ്ങനെയും വലിയ ബന്ധമുള്ള ആളായിരുന്നു. മരണപ്പെട്ടു പോയ ഷമീർ മോനെന്ന് എനിക്ക് മരിച്ചതിന് ശേഷമാണല്ലോ മനസ്സിലാകുന്നത്. ആ പിതാവ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് പറയുകയാ. എന്നിട്ട് ആ പിതാവ് പറയുന്നു, എന്റെ ഷമീർ മരിച്ചതിൽ എനിക്ക് വിഷമമില്ല. അവനെ ഓർക്കാൻ പണ്ഡിതന്മാരുണ്ടല്ലോ, അവന് ദുആ ചെയ്യാൻ സാദാത്തുക്കളുണ്ടല്ലോ, അവനെ ഓർക്കാൻ അവന്റെ കൂടെ മുതല്ലിമീങ്ങളുണ്ടല്ലോ. അവിടെയുള്ള അയൽവാസികൾ പറയുന്നു, ഉസ്താദേ 3 ദിവസമായി ഈ വീട്ടിൽ പാതിരാ സമയമെന്നോ പകൽ സമയമെന്നോ അറിയില്ല, എല്ലാ സമയത്തും സ്വാലിഹീങ്ങളായ ആളുകൾ വരികയാണ്, അവര് ദുആ ചെയ്യുകയാ. നിലക്കാതെ ഷമീറിന് വേണ്ടിയുള്ള ദുആ നടക്കുകയാ. എന്തേ ഷമീർ 20 കൊല്ലം മാത്രമേ ദുനിയാവിൽ ജീവിച്ചപ്പോഴേക്ക് ഇത്രയും ആളുകൾ ഷമീറിന്റെ വീട്ടിൽ തഅസിയത്തിന് ചെന്നത്, ഇത്രയും ആളുകൾ ഷമീറിന് മയ്യത്ത് നിസ്കരിക്കാൻ ചെന്നത്? ഷമീർ SSFകാരനാ, ഷമീർ SSFന് വേണ്ടി ജീവിച്ചവനാ. കൂടെയുള്ള ആളുകള്, ഞാൻ ഇന്നലെ മംഗലാപുരത്തൊരു പരിപാടിക്ക് ചെന്നപ്പോ അവിടെയും മർക്കസിൽ പഠിക്കുന്നൊരു മുതല്ലിമുണ്ട്. ആ മുതല്ലിമിനോട് പറഞ്ഞു, ഷമീർ ഞങ്ങളുടെ കൂടെയായിരുന്നു പഠിച്ചത്, ഏത് സമയത്തും അവന് SSF മാത്രമേ പറയാനുള്ളൂ, എപ്പോഴും അവന് SSFന് വേണ്ടിയുള്ള പ്രവർത്തനമാ. ആ ഷമീറിനെ ഓർക്കാൻ ഇത്രയും വലിയ പണ്ഡിത സമൂഹം തന്നെ ഉണ്ടായതിന്റെ കാരണോ അവൻ SSFകാരനാ. അവൻ ഖമറുല്ലുലമാന്റെ പിന്നിൽ നിന്നു എന്നതാ, റഈസുല്ലുലമാന്റെ പിന്നിൽ അടിയുറച്ചു നിന്നു എന്നതാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ധാരാളം ആളുകൾ നമുക്ക് വേണ്ടതുണ്ട്. ഒരു നാട്ടിൽ ഒരു 10-100 ആളുകൾ കൂടിയിട്ട് മയ്യത്ത് നിസ്കരിച്ച് എവിടെയെങ്കിലും കുടിച്ചിട്ട് പോരേണ്ടവരല്ലല്ലോ. നമ്മൾ മരണപ്പെട്ടാൽ ആലിമീങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വരേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ചു ഖമറുല്ലുലമ അതേ മയ്യത്ത് നിസ്കാരത്തിന് വരണമെന്ന് ആഗ്രഹിച്ച എത്രയെത്ര പ്രവർത്തകരുണ്ടോ. ഈ അടുത്തല്ലേ നമ്മുടെ വയലത്തൂര് തങ്ങളുപ്പാപ്പ വിട പറഞ്ഞു പോയത്. അവസാന ദിവസം രാത്രിയിൽ 8 മണിക്ക് കരുവമ്പയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചോ സമ്പൂർണമായ വയല് പറഞ്ഞ തങ്ങളാ. അപ്പോഴും പറഞ്ഞത് AP ഉസ്താദിന്റെ മദഹുകളാ. എന്നോട് മഹാനായ ശൈഖുന KK ഉസ്താദ് അവിടുന്ന് സ്ഥാപനത്തിൽ വെച്ച് പറഞ്ഞു, വയലത്തൂര് തങ്ങളെ കരുവമ്പയിൽ നിന്നോ വയലും കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ടോ അവിടെയുള്ള ചില ആളുകളോട് അവിടുന്ന് പലപ്പോഴും പറയാറുള്ളത് പോലെ അന്നും പറഞ്ഞു പോലും, AP മരിക്കുന്നതിന്റെ മുമ്പ് എനിക്ക് മരിക്കണോ. എന്തിനാണെന്നറിയുമോ? ഈ പാവപ്പെട്ട യൂസുഫ് മരിച്ചാൽ ആ മഹാപണ്ഡിതൻ വന്നിട്ടോ അല്ലാഹുമ്മ ഗഫിർ ലഹു, യൂസുഫിന് പുറത്തു കൊടുക്കണമല്ലാ എന്ന് നാവ് കൊണ്ടൊരൊറ്റ തവണ ദുആ ചെയ്താൽ എനിക്ക് കാലങ്ങളോളം അത് മതിയല്ലോ. അതുകൊണ്ട് AP മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മരിക്കണമെന്ന് മരണപ്പെടുന്നതില്ല ദിവസം പോലും മഹാനായ വൈലത്തൂര് തങ്ങൾ പറഞ്ഞെന്ന് KK ഉസ്താദ് ഒരു വേള അനുസ്മരിക്കുകയാ. പണ്ഡിതന്മാര് പോലും AP ഉസ്താദിനെ ഇങ്ങനെയാ കാണുന്നത്.
എന്നാൽ ഒരു പറ്റം വിവരമില്ലാത്ത ആളുകള്, ഖമറുൽ ഉലമാന്റെ ഖദർ തിരിയാത്ത ചില ആളുകള്, ഖമറുൽ ഉലമാന്റെ സേവനം തിരിയാത്ത ചില ആളുകള്, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, വിമർശിക്കുന്നില്ല. വിവരമില്ലായ്മ കൊണ്ടാ. ഒരു തവണയെങ്ങാനും ഖമറുൽ ഉലമാനെ ശരിക്ക് നീ കണ്ടാൽ നാവ് മോനെ ഖമറുൽ ഉലമാക്കെതിരെ പറയാൻ പൊന്തില്ല കേട്ടോ. എന്നെ മനസാക്ഷിക്ക് കഴിയോല കേട്ടോ. 80ഓളം വയസ്സായിട്ടോ ഖമറുൽ ഉലമ വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നത് അവിടുത്തെ മക്കളെ പോറ്റാനല്ലല്ലോ, ഏക്കറക്കണക്കിന് മുതല് വാരിക്കൂട്ടാനല്ലല്ലോ, വീട്ടുകാർക്ക് വലിയ ആഡംബരങ്ങൾ കൊടുക്കാനല്ലല്ലോ, സ്വന്തം കുടുംബത്തെ പോലും പലപ്പോഴും മറന്നിട്ടോ അവിടുന്ന് ഓടി നടക്കുന്നത് നമുക്ക് വേണ്ടിയാകട്ടോ. ആ ഖമറുൽ ഉലമാന്റെ പിന്നിൽ നിന്നോ ഒരു വേള ചെറിയ രൂപത്തിലെങ്കിലോ ഖമറുൽ ഉലമാക്കൊരു പിന്തുണ നൽകാൻ കഴിഞ്ഞാൽ, ഖമറുൽ ഉലമാന്റെ പിന്നിൽ നിൽക്കാൻ കഴിഞ്ഞാൽ മോനെ അത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതിക്കോ. കാരണം മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങള് സർട്ടിഫിക്കറ്റ് തന്ന വിഭാഗമാകട്ടോ ഖമറുൽ ഉലമാന്റെ കുട്ടികള്, അഥവാ SSFകാരായ കുട്ടികള്. SSFകാരനായ മെമ്പർഷിപ്പുള്ള ആളെന്നല്ല, യഥാർത്ഥത്തിൽ ഒരു SSFകാരൻ എങ്ങനെ ജീവിക്കണമെന്നോ പണ്ഡിതന്മാരെ നമുക്ക് വിവരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിൽ ജീവിക്കുന്ന SSFകാര് സ്വർഗത്തില. ഇത് മഹാന്മാരുടെ വാക്കുകളാണ്. മഹാന്മാരെ ആദരിക്കുന്ന നമുക്ക്, മഹാന്മാരെ ബഹുമാനിക്കുന്ന നമുക്ക് ഇത് വലിയ ഒരു നിധിയായ വാക്ക് തന്നെയാ. മഹാന്മാരെ പുച്ഛിക്കുന്നവരോട് നമുക്ക് സംസാരമില്ല, മഹാന്മാരെ ഇകയത്തുന്നവരോട് നമുക്ക് വാക്കുകളില്ല. അതുകൊണ്ട് രക്ഷിതാക്കളെ, ഓ ഉമ്മമാരെ, അതേ നമ്മുടെ മക്കളില്ലയോ, ആ മക്കളെ അനാചാരങ്ങളിലേക്ക് പോകുമ്പോ, ആ മക്കളെ അധാർമികതയുടെ പിന്നാലെ പോകുമ്പോ SSF എന്ന് പറയുന്ന ഒരു പറ്റം കർമ്മധീരരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ടോ, അവരെ കൂടെ മക്കളെ പറഞ്ഞയച്ചാൽ നമ്മൾ മരിച്ചെന്നറിഞ്ഞാലും SSFകാരന്റെ ഉപ്പയാണ് മരണപ്പെട്ടതെന്നറിഞ്ഞാൽ മോനെ മദീനത്തു റസൂലുള്ളാഹിന്റെ കാൽക്കീഴിൽ വെച്ച് പോലോ SSFകാരന് വേണ്ടിയിട്ടോ അവന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടോ മയ്യത്ത് നിസ്കരിക്കാൻ ആളുകളുണ്ട്, ഓർക്കാൻ ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. കോഴിക്കോട് ജില്ലയിൽ ചേവായൂർ എന്ന് പറയുന്ന പ്രദേശം, അവിടെ ബാദുഷാ എന്ന് പറയുന്നൊരു പ്രവർത്തകനുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. നോളജ് സിറ്റിയുടെ തറക്കല്ലിടൽ കർമ്മത്തിൽ 313 സയ്യിദന്മാര് വന്നിട്ട് കുറ്റിയടിച്ച സമയമുണ്ട്. അന്ന് രാവിലെ നേരം പുലർന്നപ്പോ നോളജ് സിറ്റിയുടെ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നതാണ് ബാദുഷാ. ആ ബാദുഷങ്ങ് തിരിച്ചു പോകുമ്പോ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് വെച്ച് ആക്സിഡന്റിൽപ്പെട്ടങ്ങ് മരണപ്പെട്ടു പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബാദുഷാന്റെ യൂണിറ്റ് പ്രവർത്തകരും ആ യൂണിറ്റ് പ്രവർത്തകരോട് അന്വേഷിച്ചപ്പോ അവര് പറയുകയാണ്, പല മീറ്റിങ്ങുകളും കൂടുമ്പോ ആ ബാദുഷ പറയാറുണ്ടായിരുന്നു പോലും, ശൈഖുനാ AP ഉസ്താദിന്റെ വഫാത്തിന്റെ മുമ്പ് എനിക്ക് മരിക്കണം, എന്തിനാ ഉസ്താദ് എന്നെ മയ്യത്ത് നിസ്കരിക്കുമല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കി, ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ ആ രൂപത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ പ്രവർത്തകന്റെ 40ാമത്തെ ദിവസം